ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത് എന്താ കാര്യം, നമ്മളെ പരിസരം കണ്ടില്ലകൾ എൻ്റെ പഞ്ചായത്ത് റോഡാണ്. ഞങ്ങളെ പഞ്ചായത്ത് അത് നമ്മളെ ഇസുട്ടിയാക്ക നമ്പറായി നിന്നപ്പോഴുള്ള പഞ്ചായത്ത് റോഡാട്ടോ. ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ ജയിച്ചതല്ലേ, എനിക്ക് ഈ റോഡൊന്ന് ശരിയാക്കി തരണം. അപ്പഴി ശരിയാക്കി തന്നതാണ്. എൻ്റെ പൊന്നെ, അതിൻ്റെ വൃത്തി ആ പ്ലാസ്റ്റിക് എത്ര വെച്ചിട്ടാ അതൊക്കെ ഞാൻ ഈ പഞ്ചായത്തിൽ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുക്കുറ്റി വെച്ചതാണ്. അതൊരു റോഡിൻ്റെ സൈഡിലാണ് ഇട്ടിരുന്നത്. കണ്ടില്ല മക്കളെ, ഇതൊക്കെ കുട്ടികൾ കൊടുന്നിടുന്ന പ്ലാസ്റ്റിക്കാണ്. ഒരു കൊട്ട പ്ലാസ്റ്റിക് ഉണ്ട്. ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടത്? യാതൊരു വരില്ല. പഞ്ചായത്തേർ വന്ന് കൊണ്ടുപോയെങ്കിലുള്ളൂ. കണ്ണൊക്കെ ഐസിൻ്റെ ഉറയാണ് കൂടുതൽ. ഓക്കെ, ഐസിൻ്റെ ഉറ. ഇത് മാത്രമാണ് ഈ കുട്ടികൾ ഇവിടെ വന്ന് കാട്ടണതാണ്. ഇതൊക്കെ നിങ്ങൾ നോക്കുകയാണ് ഈ പ്ലാസ്റ്റിക്. ഈ പരിസരത്തിൽ എല്ലാവരും കൊടുന്നിടുന്ന സാധനങ്ങളാണിത്. ഇത് ഞാൻ ഒരു കൂട്ടി വെച്ചതാണ്. ഇതൊക്കെയാണ് എനിക്ക് പണി. ഞാനൊരു പണി എടുക്കണില്ല, നടക്കണില്ല എന്നൊക്കെ പറഞ്ഞ് ഈ പ്ലാസ്റ്റിക് ശേഖരിച്ച് ഇനി ഒരു ചാക്കിലിട്ടേക്കണം. അങ്ങനെയുള്ള സാഹചര്യത്തിലായി. എന്താണ് നമ്മളെ പരിസരം നോക്കാണി, എന്തൊരു വൃത്തിയാണ്. ഇങ്ങനെ ആയിരിക്കണം പരിസരം. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ജാഗ്രത പാലിച്ചേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പ്ലാസ്റ്റിക്കൊക്കെ എന്താണ് നിരോധിച്ചിട്ട് പ്ലാസ്റ്റിക് എടുക്കേണ്ടത് ആ സ്ഥാനത്ത് കൊണ്ടുപോയിടണം. അപ്പോൾ നമ്മളെ പൂന്തോട്ടങ്ങളും ചെടികളും എന്താ മക്കളെ വിശേഷം? ഈ റോഡ് മൊത്തം ഒന്ന് അടിച്ചൊരുക്കണു. ആർക്കെങ്കിലും ഈ റോഡ് മൊത്തം അടിക്കാൻ ഒരാൾക്കും കഴിയില്ല. മുറ്റന്ന് ശരിക്കും അടിക്കാത്തവരാണ് ഇവിടെ ഉള്ളവരൊക്കെ മൊത്തം. പക്ഷെ ആ ഒരു സന്ദർഭത്തിൽ ഈ റോഡ് മൊത്തം ഞാൻ അടിച്ചെങ്കിൽ ഒരു ടയേർഡും വന്നിട്ടില്ല മക്കളെ. എൻ്റെ തടി, എനിക്ക് തന്ന തടി, അള്ള തന്ന തടി നല്ല ആരോഗ്യവതിയായ തടിയാണ്. ഈ തുലക്കുന്ന ആ തല വരെ വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ കട്ട് ചെയ്തതാണ്. ഇതാ മക്കളെ 2 കാലി ഇല്ല എൻ്റെ വില്ല. നിങ്ങളല്ല പറഞ്ഞത് കോടിക്കണക്കിൽ ലക്ഷക്കണക്കിലുള്ള പൈസ ആടുന്നത്. എവിടെയാണ് എൻ്റെ വില്ല? ഇതാണ് എൻ്റെ വില്ല. ഇതാണ് എൻ്റെ വില്ല. ഇതാണ് 2.25 സെൻറ്റ് മാത്രമുള്ള വില്ലയാണ്. നിങ്ങൾ വിചാരിച്ചു ഞാൻ വലിയ കോടീശ്വരിയാണ്, ഞാൻ വല്ല കമൻറ്റ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എൻ്റെ വില്ല ഇത് തന്നെയാണ്. അത് എനിക്ക് അവകാശപ്പെട്ടതല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ കമൻറ്റ് എഴുതുമ്പോൾ എന്തൊക്കെയാണ് പറയൽ? എനിക്ക് വലിയ കോടിക്കണക്കിൽ മൊത്തമുണ്ട്, എനിക്ക് ലക്ഷക്കണക്കിൽ വരുമാനമുണ്ട്. ഇതാ മക്കളെ, കണ്ടോളി, മനസ്സ് നിറഞ്ഞ് കണ്ടോളി. ഈ 2.25 സെൻറ്റ് എന്ത് കോടിയാണെന്ന്. അള്ളാൻ്റെ ഖജനാവിൽ എത്ര മുതലുണ്ട്? അതിനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ സാധാരണക്കാരായി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഈ റോഡും പരിസരം ഞാൻ ഈ വൃത്തിയാക്കണത് എനിക്ക് വേണ്ടിയിട്ടല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഈ പ്ലാസ്റ്റിക് ഇവിടെ ഇടണ്ടെന്ന് പറഞ്ഞാൽ കിട്ടും, എല്ലാവരും ഇടും. കുട്ടികളാണ് പോത്തൊക്കെ ഇവിടെ ഉള്ളത്. പക്ഷേ ഒരു തലക്കൊന്ന് ഒരു തല അടിച്ചു വരാൻ കുറേ പാടുപെട്ടിക്കണ ഞാൻ. കാറ്റാണെന്നാൽ പോലും പരിസരം വൃത്തിയായിരിക്കണം. അപ്പം നമ്മൾ ഇതാണ് ഇവിടെ വെച്ച് അവസാനിച്ചു. അപ്പോൾ ലോൺ ടൂറാണ് മക്കളെ. കണ്ടില്ല നിങ്ങൾ? ഇതാണ് എൻ്റെ വീടും സ്ഥലവും ഒക്കെ. നിങ്ങൾ കണ്ടോളി, കണ്ണ് നിറഞ്ഞ് കണ്ടോളി. പക്ഷേ എനിക്ക് നിങ്ങൾ പറയണ മാതിരി ആ കമ്മിയും ഡിമാൻഡൊന്നുമില്ല. ഞാൻ സാധാരണക്കാരെ ഒരു യൂട്യൂബറാണ്. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എല്ലാവരും വിളിച്ച് പോകുന്നുണ്ടല്ലോ. ഇതാ ഞങ്ങളെ ചെല്ലൊക്കെ നേരാക്കി വലിയ മട്ടം. എന്നാലും വേണ്ടല്ല, എൻ്റെ വീട്ടിലേക്കുള്ള ഫ്രണ്ട് വഴിയാണത്. ഇതാ. അപ്പം ഞാൻ റോട്ടിൽ നിന്നൊക്കെ പുറത്ത് ഇറങ്ങി വന്നു കേട്ടോ. അപ്പോഴേ ഇതൊക്കെ ഈ കാശിത്തോമ്പ കണ്ടില്ലകൾ, ഇതൊക്കെ തന്നെ നമ്മളെ ലോകം. പിന്നെ നിങ്ങൾ വിളിച്ച് കൂവുമ്പോലൊന്നും നമുക്കില്ല കേട്ടോ. നമ്മൾ സാധാരണ യൂട്യൂബറാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വിളിച്ച് കൂവേണ്ട കാര്യമില്ല. അപ്പം നമ്മളെ വീടും പരിസരമൊക്കെ ഒന്ന് കണ്ടില്ല ഞങ്ങൾ? ഇതാണിത്. കുറേ സേവനവാലാണ് കേട്ടോ ഇവിടെ. നാളെ ഈ നോമ്പൊക്കെയല്ലേ അടുത്ത് വന്നിരിക്കുന്നത്. ഇന്ന് നല്ലൊരു ദിവസം, വെള്ളിയാഴ്ച കൂടിയാണ്. ക്ലീനിങ് ആണ് മൊത്തം വേണ്ടത്. കണ്ടില്ല ഞങ്ങൾ? ഇതൊക്കെ ഇനി വലിച്ചിട്ടിരിക്കുകയാണ്. റൂം മൊത്തം ക്ലീനാക്കുകയാണ്. പൊടിയടിയും ചളി ഒരു മാതിരി അയക്കണ്. അപ്പോൾ ചായ പകുതി കുടിച്ച് പോന്നു. വല്യമ്മ കുടിച്ചോന്നറിയില്ല. വല്യമ്മ പാത്രം മുറലടക്കി. ഇതപ്പം തട്ടുദോശയാണ് ചായക്ക്. ഇതാ കടി. ചായ ഇതാ കട്ടൻ ചായയാണ്. തട്ടുദോശ ഇതാ. നെയ് റോസ്റ്റ് വേണമെങ്കിൽ ഇട്ട് തിന്നാ, എന്ത് വേണമെങ്കിലും തിന്നാ.
എൻ്റെ പൊന്നു മക്കളെ ഞാനേ ദോശ തിന്നു കുറച്ച് പഞ്ചാരി നെയ്യാണ് കേട്ടോ. അപ്പോളേ തട്ട് ദോശയുണ്ട്, മറ്റേ ദോശയുണ്ട്. അപ്പോൾ നമ്മൾ കഴിച്ചാലോ? നമ്മളേ കാണിക്കാനാണ്. നെയ്യ് നമ്മൾ വരവായിട്ട് കഴിക്കാനും നല്ലതാണ് കേട്ടോ. നല്ല ആരോഗ്യം പുത്തി കൂടാൻ നന്നും നെയ്യിൽ, നല്ല പശു നെയ്യും പഞ്ചസാരയും. അപ്പോൾ നിങ്ങൾ ചോദിച്ചു തടി കൂടുമോ എന്ന് ചോദിക്കും. തടിയെല്ലാം കൂടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കാൻ പോകുന്നത് എന്തായാലും അതിൻ്റെ ഭംഗിക്കും ടേസ്റ്റിനും കഴിക്കണം. അല്ലാതെ ഇപ്പം എന്ത് കഴിച്ചിട്ട് കാര്യം? എന്തെങ്കിലും കഴിച്ചിട്ട് വിശപ്പടക്കിയാൽ പോരാ, നല്ല വൃത്തിക്കും വേണം കഴിക്കാൻ കേട്ടോ. തട്ട് ദോശ ആയാലും എന്ത് ദോശ ആയാലും നാച്ചുറലായിട്ടുള്ള ഫുഡ് കഴിക്കണം. നമ്മുടെ ശരീരത്തിൽ കാലറി കൂട്ടണം, വിറ്റമിൻ്റോ എന്താണ് പറയുക, എന്താണ് എന്തെങ്കിലും പുളിച്ചാപ്പം കഴിക്കണതൊക്കെ നല്ലതാണ് കേട്ടോ. തേറ്റലും പുളിക്കലൊന്നും ഇല്ലാത്തവർ നല്ല നെയ്യൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല കഴിക്കണം. അടിപൊളി നെയ്യും പഞ്ചാരൊക്കെ കഴിക്കുക, അടിപൊളി ബുദ്ധിയാണ്. കുട്ടികൾക്കും കൊടുത്തോളിട്ടാ. കുട്ടികൾക്കൊക്കെ നല്ല ഔഷധമാണ് ഈ നെയ്യിൽ ധാരാളം പ്രോട്ടീനും ഉള്ളതും. ഈ ശരീരത്തിൽ നല്ല നല്ല കൊളസ്ട്രോളല്ല, ചീത്ത കൊളസ്ട്രോളൊക്കെ കളയാനും നല്ല കൊളസ്ട്രോൾ ചേരാനും ശരീരത്തിന് ആരോഗ്യമായ ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. എനിക്ക് പറയാൻ കഴിയുന്നില്ല മക്കളെ, ആ ടെൻഷനിലല്ലേ, ഒരു സ്വസ്ഥത ഇല്ലാത്തൊരു ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ. പുറത്ത് പോകണം ഇത് തന്നെയാണ്. വീഡിയോ എടുക്കാനൊരു പ്രൈവസി ഇല്ല. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഇപ്പുറത്ത് പണി, അല്ലെങ്കിൽ ഇവിടെ സംസാരം, ഒരു പ്രൈവസി ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പുറത്ത് റീൽസ് എടുക്കാനും അപ്പം അവിടെ ആളെ പറ്റിലും ഇവിടെ ആളെ തലയിടുന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം തന്നെയാണ്. ഞങ്ങൾക്കൊരു വീടുണ്ടെങ്കിൽ ഈ ഒരു ഗതികേടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്കിപ്പോൾ വയസ്സല്ലല്ലോ, നമ്മൾ പച്ച പിടിച്ച് വരുന്നുള്ളല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടുമ്മലാണ് നമ്മളെ കാര്യം ഇരിക്കുന്നത്. മാക്സിമം സപ്പോർട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ ഈ സെലുത്താക്ക് വേറൊരു മാർഗ്ഗമില്ല. ഇനി പള്ളിക്കാട്ടക്കല്ലാതെ സലാം പറയാനുമില്ല, വീടും കാര്യങ്ങളും ഇല്ല. വാപ്പാടെ സ്വത്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? അവരൊക്കെ അടക്കി പിടിച്ചിരിക്കുകയല്ലേ. അത് നമുക്ക് വേണ്ട. അള്ളാൻ്റെ ഖജനാവിൽ എത്ര മുതലുണ്ട്? ഒരു പേരും കയറ്റിയെടുക്കണം. അതിൻ്റെ ഒപ്പമായിട്ട് തന്നെ ആധാരം കാര്യങ്ങളും ഓരോ കയ്യിലായത് കൊണ്ട് തന്നെ എൻ്റെ അപ്പാൻ്റെ കുടിക്കാർക്ക് ആദ്യത്തെ ഇപ്പത്തെ രണ്ടാമത്തെ ആൾക്ക് വല്യന്മാരുണ്ട്. ഓരോ മക്കളെല്ലാവരും കൂടെ പേരിലാക്കിയിരിക്കണം. രണ്ടാളാപ്പാരും ഉണ്ട്. ഉണ്ടായിട്ട് എന്താ ഒരു ഉപകാരം ആരെ കൊണ്ടുമില്ല, ഉപദ്രവമല്ലാതെ. നമ്മൾ മുതലുകൊണ്ടാണ് ഓല് സൂക്ഷിച്ച് ജീവിക്കുന്നത്. അത് തരേണ്ടടുത്ത് മുതൽ തരേണ്ടി വരും. അതിനൊന്നും കുഴപ്പമില്ല, എടുക്കട്ടെ. എൻ്റെ മുതലിൻ്റെ ബാപ്പ 10 സെൻറ്റ് മേടിച്ച സ്ഥലം കൂടെ എനിക്ക് കിട്ടാതെ പോയൊരവസ്ഥയിലാണ് ഞാൻ മക്കളെ. ഓല് പൈസയും തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല. കെട്ടിച്ചുമ്പോൾ തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കബളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഓലത്തുണ്ട്. മക്കൾക്ക് പെരേറ്റിക്കണം. എൻ്റെ വല്യപ്പയാണ് എൻ്റെ കാരണക്കാരൻ. മരിച്ചു പോയി. വല്യപ്പ തരാന്നിട്ട് തരും ചെയ്തില്ല. സത്യത്തിൽ ഞാൻ തന്നെ ഉള്ളു ഈ ഭൂമിയിൽ. എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ മരിച്ചു പോയിക്കണം. എൻ്റെ ഇപ്പാൻ്റെ അമ്മയും ഇപ്പച്ചിയും പിന്നെ വാപ്പ വല്യപ്പയും ഒക്കെ മരിച്ചു കൊടുക്കും. അത് ഞാൻ മാത്രം ബാക്കിയായി. ഞാൻ എന്നിട്ടൊന്നും തളർന്നിട്ടില്ല. എൻ്റെ പടച്ചോൻ എന്നെ ഉയർത്തിയിട്ടുള്ളൂ. ഞാനൊന്നും ചോദിക്കാതെയും പറയാതെയാണ് നടക്കുന്നത്. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞാൻ ചോദിക്കാറില്ല. മറ്റുള്ളവരെ വിഷമത്തിലും സങ്കടത്തിലാണ് ഞാൻ ഇതുവരെ നടന്നിട്ടുള്ളൂ. അവരെ സന്തോഷത്തിലാണ് ഞാൻ പങ്കു ചേർന്നിട്ടുള്ളൂ കേട്ടോ. രണ്ടപ്പം തിന്നപ്പോൾ തന്നെ മതിയായി മക്കളെ. വയറ് നിറയാണ്, എന്താണെന്നറിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വിശക്കും ചെയ്യും. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിലായിട്ട് ഇങ്ങനെ കടന്നു പോവാണ്. നല്ല സന്തോഷമുള്ള ജീവിതം തന്നെ എനിക്ക് കിട്ടിയത് തന്നെ. എൻ്റെ റബ്ബ് കൊണ്ടു തന്ന ജീവിതം
എനിക്ക് സന്തോഷകരമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഈ ക്യാൻസറും കാര്യങ്ങളൊക്കെ വന്ന കാരണം ഇടങ്ങേറായിക്കണു. അതിനാലിപ്പോൾ ഞാനാകെ പെട്ടൊരവസ്ഥയിലാണ്. ഞാനാണെങ്കിൽ വീഡിയോയിൽ കല്യാണ വിഷയം പറയും ചെയ്തു. അത് കാരണം ഇപ്പോൾ എല്ലാവരും ഡോക്ടറെ കിട്ടിയോ എന്ന് പറഞ്ഞ് എന്നെ കമൻ്റ് ഇടും, നേരിട്ട് സംസാരിച്ച് കളിയാക്കാൻ തുടങ്ങണമുണ്ട്. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾക്കൊന്നും തലച്ചോറിലൊന്നുമില്ലേ? ഞാനൊരു ആഗ്രഹം എൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ട് എനിക്കങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും. അങ്ങനത്തെ ലുക്ക് വേണം, സ്റ്റൈല് വേണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഞാനിത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുമെങ്കിൽ എന്താണോ, ആദ്യം എൻ്റെ ഭർത്താവ് പറഞ്ഞു എനിക്കിപ്പോൾ ഒന്നിനും കഴിയില്ല, വെച്ച് വേറെ കല്യാണം കഴിച്ചോ എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു ഇപ്പം എന്നെ മാറും, എനിക്ക് വേറെ കല്യാണം കഴിക്കൊന്നും വേണ്ട, എനിക്കിപ്പോൾ സ്വസ്ഥതയായി, ഞാൻ ജീവിതത്തിൽ തന്നെ തിരിച്ചു വരാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ. അതിന് ആൾക്കാർ എന്നെ കളിയാക്കണു, പരിഹസിക്കുന്നു. എന്തൊക്കെയാണ് കുലുമാലുകളാണ് കമൻ്റ് ചെയ്തത്. നിങ്ങൾക്കൊന്നും മക്കളെ മനസ്സാക്ഷി എന്ന സാധനം ഇല്ലേ? ഒരാളെ അവകാശമാണ്. ഒരാളെ ഇസ്ലാം 5 വക്ത് നിസ്കരിക്കുന്ന ഒരാളായിരിക്കണം. അത്ര ഒരു നമുക്കൊരു പാർട്ണർ തിരഞ്ഞെടുക്കണമെങ്കിൽ എന്തൊക്കെ സ്റ്റാൻഡേർഡ് വേണമെന്നറിയോ? എനിക്ക് സ്റ്റാൻഡേർഡ് വേണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അതിലിപ്പോൾ നിങ്ങൾ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ മക്കളെ. അത് നിങ്ങൾ ചിന്തിക്കണം. ഓരോരുത്തർക്കും ഓരോരോ താല്പര്യങ്ങളാണ്, അവരിഷ്ടങ്ങളാണ്, അവരെ അവകാശമാണ് അതൊക്കെ. അത് നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് എത്രമാത്രം വിഷമമുണ്ടാവുമെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഡോക്ടറെ കെട്ടിയോ ചോദിക്കാൻ മാത്രം നിങ്ങൾ ഈ കളിയാക്കണം. ചിലപ്പോൾ ഞാൻ ഡോക്ടറെ തന്നെ കല്യാണം കഴിച്ചാൽ അത് എനിക്ക് കുഴപ്പമില്ല. എൻ്റെ ഭർത്താവ് തിരിച്ചു വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ ജീവിക്കാനാണ് എനിക്കാഗ്രഹം. പക്ഷേ ഭർത്താവ് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി പോണ പെണ്ണുങ്ങളുണ്ടാവും. അത് സെലീനാക്ക് ചേരുന്ന പണിയല്ല. അതുകൊണ്ട് ക്ഷമിച്ചും പുറത്തും സഹിച്ചും ഞാൻ അവിടെ നിൽക്കണം. അതാണ് ഒരാൾ വയ്യാന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് ചെയ്യലല്ല ഒന്നാമത്തെ കാര്യം. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഭർത്താവിന് നേരാക്കി എടുത്ത് നല്ല രീതിയിലും, സ്നേഹമില്ലാത്ത ഭർത്താവാണെങ്കിൽ ഡിവോഴ്സ് ചെയ്യണം. സ്നേഹവും നിങ്ങൾക്ക് തിന്നാനോ കുടിക്കാനോ തരാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഡിവോഴ്സ് ചെയ്യാൻ അവകാശമുണ്ട്. പക്ഷേ നമ്മൾ സ്നേഹിക്കുന്ന മനുഷ്യന്മാരെ നമ്മൾ വെറുപ്പിക്കാൻ പാടില്ല. പിന്നെ ഒരു കല്യാണം കഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ആ കണ്ണീരിൻ്റെ ശാപം നമ്മളിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ നരകത്തിൽ താഴത്തെ പോലെ ആയിരിക്കും. മക്കൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. നിങ്ങൾ കളിയാക്കുന്നത് പരിഹസിക്കുന്നത് ആരെന്ന് പറഞ്ഞു? അള്ളാൻ്റെ അടിമയാണ്. ഒരാൾ അടിമയാവാൻ ഈ സെലുക്ക് ചെന്ന കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ കമൻ്റ് ഇടുമ്പോഴും ഒരു മനുഷ്യന്മാരെ അപമാനിക്കരുത്. അവരെ സന്തോഷിപ്പിച്ച് നിർത്തലാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ ചെയ്യേണ്ട കടമ. അല്ലാതെ മറ്റുള്ളവർ കോഷിച്ചിട്ട് ഒരാളൊരു സ്റ്റാൻഡേർഡ് പറഞ്ഞു വെച്ചിട്ട് അതിനെതിരായിട്ട് പ്രവർത്തിക്കരുത്. അപ്പോൾ ആ രീതിയിലുള്ള കാലഘട്ടങ്ങളാണ് മുന്നോട്ട് പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ പെരുമാറ്റവും നിങ്ങളെ കമൻറ്റുകളും ഞാൻ വായിക്കായിട്ടല്ല എടുക്കായല്ല, അതിൻ്റെ സ്റ്റാൻഡേർഡുള്ള കമൻ്റ് അടിക്കണം. അപ്പോൾ നമ്മൾ പ്രകൃതി നല്ല കാറ്റുണ്ട് മക്കളെ. എന്താ കാറ്റല്ലേ, ഭയങ്കരമായിട്ട് കാറ്റാണ്. അപ്പോൾ നല്ലപോലെ എല്ലാ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിച്ച് സുഖമായി ഹാപ്പിയായി സന്തോഷമായിരിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഓക്കെ, ബൈ, സീ യു. അസ്സലാമു അലൈക്കും.